ഓം നമ ശിവായ. ശ്രീ ചാത്തഞ്ചിറ ശിവക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ രണ്ടാം ഭാഗം ഞങ്ങൾ ഭക്തർക്ക് സമർപ്പിക്കുന്നു. കാണുക. ഹരി ഓം. ഹരിപാദതീർത്ഥമായ ഗംഗയുടെ കരയിൽ വേദവ്യാസപുത്രൻ ആത്മാരാമനായ ശ്രീശുഖബ്രഹ്മഋഷിയിൽ നിന്നും അമൃതദ്രവ സംയുതമായി ഒഴുകിവരുന്ന ഭഗവത് കഥാമൃതത്തെ തൻ്റെ ഹൃദയത്തിലേക്ക് രണ്ട് കാതുകളിൽ കൂടിയിട്ടും ആനന്ദഭാവത്തിൽ കോരി നിറയ്ക്കുന്നു പരീക്ഷിത്ത് എന്ന പാണ്ഡവപുത്രൻ. സർവവിധത്തിലും ഭഗവാന്റെ പലവിധ അവതാരലീലകളെ പാടിപ്പാടി ഒടുവിലിതാ താൻ കാത്തിരുന്നതായ ചന്ദ്രവംശ രാജാക്കന്മാരുടെ കഥകളിലേക്ക്, അതിൽ തന്നെ യയാതിയുടെ ചരിതത്തിലേക്ക്, അതിൽ തന്നെ ഭഗവാൻ അവതാരം ചെയ്തതായ യദുകുല വംശത്തിലേക്ക് ഗുരുനാഥൻ പ്രവേശിച്ചു എന്ന നിമിഷം മുതൽ പരീക്ഷിത്ത് എന്തെന്നില്ലാത്ത ആവേശത്തോടുകൂടിയത് ആ ഗുരുനാഥന്റെ മുൻപിൽ കാത്തിരുന്നു കൃഷ്ണകഥകൾക്കായിട്ട്. ഒടുവിൽ യദുവംശ രാജാക്കന്മാരുടെ കഥകളെ പാടിവരുന്ന വഴിയിൽ ദേവകീ വസുദേവന്മാർക്ക് ഏഴാമതായിട്ട് സാക്ഷാൽ സംഘർഷണമൂർത്തി അനന്തമൂർത്തി രാമനായിട്ട് ബലരാമനായിട്ട് അവതരിച്ചു പരീക്ഷിത്തെ എന്ന് ഗുരുനാഥൻ പറഞ്ഞതും പരീക്ഷിത്ത് തന്റെ കണ്ണുകളെ അടച്ച് കാതുകളെ കൂർപ്പിച്ച് താൻ കൊതിച്ചിരുന്നതായ കൃഷ്ണകഥകളിലേക്ക് ഇതാ എത്തിച്ചേർന്നു എന്ന ഭാവത്തിൽ ഗുരുനാഥന്റെ മുൻപിൽ ഇരിക്കുമ്പോഴാണ് അഷ്ടമസ്തുതയോരാസി സ്വയമേവ ഹരിക്കില. പരീക്ഷത്തെ എട്ടാമതായിട്ട് പന്നകശായിയായ ശ്രീപത്മനാഭൻ പാലാഴിനാഥൻ കൃഷ്ണനായിട്ട് അവതാരം ചെയ്തു. കേൾക്കുന്നവരുടെ കാതുകളിൽ കൂടി ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തി ഹൃദയത്തിലുള്ളതായ സകല കർമ്മവാസനകളെയും കഴുകിക്കളയാൻ ശക്തിയുള്ളതായ ശ്രീകൃഷ്ണ കഥാമൃതം കലിയുഗവാസികൾക്ക് നൽകാൻ കലൗജനിഷ്യമാണാനാം ദുഃഖശോകതമോനുദം. എന്തിനാ കൃഷ്ണാവതാരം? നമുക്ക് വേണ്ടിയിട്ട കലിയുഗത്തിന്റെ പ്രാരബ്ധത്തിന്റെ കൽമഷങ്ങളുടെ നൂലാമാലകളുടെ ഇടയിൽപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും പാടാനും കേൾക്കാനും പോരാ, ആ കണ്ണന്റെ ലീലകൾ ഓരോന്നും അകക്കണ്ണിൽ എണ്ണി എണ്ണി കാണാനുമാണ് കൃഷ്ണാവതാരം എങ്കിൽ ഹേ പരീക്ഷിത്തെ, ആ ആനന്ദമൂർത്തിയായ കൃഷ്ണന്റെ മഹിമ, ആ ആനന്ദമൂർത്തിയായ കൃഷ്ണന്റെ അവതാരലീലകൾ അത് ഞാൻ അങ്ങേക്കായിട്ട് പാടിത്തരാം. ഗുരുനാഥൻ കൃഷ്ണാവതാര ലീലകളെ വിസ്തരിച്ചു പറയാൻ പുറപ്പെടുകയാണ് എന്ന് മനസ്സിലാക്കിയ പരീക്ഷിത്ത് ആവേശത്തോടുകൂടി ശ്രീകൃഷ്ണ അവതാര ലീലകളെ വിസ്തരിച്ചു കേൾക്കാൻ കാത്തിരിക്കുന്നു. തക്ഷകൻ എന്നുള്ളതായ ഘോരസർപ്പം ഇനി തന്റെ അടുത്തേക്ക് വന്ന് ആ മൃത്യു സംഭവിക്കുന്ന ആ നിമിഷം വരെ താനിത ഈ കൃഷ്ണ കഥകളിൽ ഹൃദയം ചേർത്തു വയ്ക്കും എന്ന ഭാവത്തിൽ പരീക്ഷിത്തിരിക്കുമ്പോഴാണ് പരീക്ഷത്തിന്റെ ആവേശത്തെ മുഴുവൻ കെടുത്തിക്കൊണ്ട് രണ്ട് ശ്ലോകങ്ങളെ കൊണ്ട് കൃഷ്ണാവതാരമല്ല, കൃഷ്ണാവതാര ലീലകളെ മുഴുവൻ ഗുരുനാഥൻ ചുരുക്കിയത്. അങ്ങേക്ക് കൃഷ്ണാവതാരല്ലേ കേൾക്കേണ്ടത്, ഞാൻ പറഞ്ഞു തരാം എന്നും പറഞ്ഞ് 2 ശ്ലോകങ്ങളെ കൊണ്ട് 125ഓളം വർഷത്തെ ഭഗവാന്റെ കൃഷ്ണലീലകളെ മുഴുവൻ ഗുരുനാഥനെ കൊണ്ട് ചുരുക്കി പാടി. പരീക്ഷത്തെ ശ്രദ്ധിച്ച് കേട്ടോളൂ. കൃഷ്ണാവതാര കഥകളാ പറയുന്നത്. ദേവകീ വസുദേവന്മാരുടെ പുത്രനായി അത്ഭുതപാലകനായി കംസന്റെ കാരാഗ്രഹത്തിനകത്തേക്ക് ഉദിച്ചുയർന്നതായ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടുന്ന് നീലബാലനായി അമ്പാടിയിലേക്കെത്തി ബാലലീലകളെ നടത്തി, വൃന്ദാവനത്തിലേക്കെത്തി രാസലീലാദി ആനന്ദലീലകളെ ചെയ്ത്, മധുരയിലേക്കെത്തി കംസവധാദി വീരലീലകളെ നടത്തി, ദ്വാരകാധീശനായി 16,000-ലധികം ധർമ്മപത്നികളോടൊപ്പം അത്ഭുത ഗൃഹസ്ഥാശ്രമത്തെ ലോകത്തിന് മുമ്പിൽ പ്രദർശിപ്പിച്ച് ഒടുവിൽ യദുകുലത്തെ ബ്രഹ്മശാപ നിമിത്തമാക്കി നശിപ്പിക്കാനുള്ള ഒരുക്കങ്ങളെ ചെയ്ത് ഉദ്ധവന് ശ്രേഷ്ഠമായ ഉപദേശങ്ങളെ കൊടുത്ത് ഉദ്ധവനെ ബദരികാശ്രമത്തിലേക്ക് യാത്രയാക്കി
യദുകുലത്തെ നശിപ്പിച്ചു തന്റെ കൃഷ്ണാവതാര ലീലകളെ കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചെഴുന്നള്ളി പരീക്ഷത്തെ. കഴിഞ്ഞു 125ഓളം കൊല്ലം ഭഗവാൻ നടത്തിയതായ സകല കഥകളും 2 ശ്ലോകത്തിൽ ചുരുക്കി ഗുരുനാഥൻ. നമ്മളായിരുന്നു പരീക്ഷത്തിന്റെ സ്ഥാനത്തെന്നുണ്ടെങ്കിൽ ആവൂ ഇന്നെങ്കിൽ ഇയാൾ 6:15 വായന നിർത്തിയല്ലോ എന്ന് വിചാരിക്കും. കാരണം എന്താ? നമ്മളിപ്പോ കൃഷ്ണാവതാരം കേൾക്കാൻ വന്നു, ഭാഗവതം കേൾക്കാൻ വന്നു, ഭാഗവതം കേൾക്കാൻ ഇരിക്കുന്നു എന്നൊക്കെ ഉണ്ടെങ്കിലും പിറകുന്ന 100,000 കയറുകൾ നമ്മൾ വലിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഓരോ 5 മിനിറ്റ് കഴിയുമ്പോഴും കസേരയിൽ ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങും നമ്മൾ. കാരണം എന്താ? പ്രാരബ്ധത്തിന്റെ കയറുകൾ വീണ്ടും വീണ്ടും നമ്മളെ പിറകുന്ന് വലിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, ഇവിടുന്ന് ഇപ്പൊ കൃഷ്ണാവതാരമൊക്കെ കേട്ടാലും, ഇവിടുന്ന് ഇപ്പൊ ഭാഗവതമൊക്കെ പാടിയാലും, ഇവിടുന്ന് ഇപ്പൊ ഭഗവാന്റെ കഥയൊക്കെ സ്മരിച്ചാലും വീണ്ടും നമ്മൾ പോണതാ പ്രാരബ്ധത്തിന്റെ നൂലാമാലകളിലേക്ക്. എന്നാൽ പരീക്ഷത്തിന് അങ്ങനെ ഒരു തിരിച്ചുപോക്കില്ല. ഇനി പിറകിൽ നിന്ന് എലി വലിക്കാൻ പരീക്ഷത്തിന്റെ ഒരു പ്രാരബ്ധത്തിന്റെ കയറില്ല. സർവ്വവിധത്തിലും ഭാഗവതം കേട്ട് ആ ഭാഗവതമാകുന്നതായ അമൃത സമുദ്രത്തിലേക്ക് ലയിക്കാൻ ഒരുങ്ങുന്ന പരീക്ഷത്തിനെ സംബന്ധിച്ച് ഗുരുനാഥൻ ഇങ്ങനെ കൃഷ്ണാവതാരം ചുരുക്കിയപ്പോ അത് താങ്ങാൻ പറ്റുന്നതിലും വലിയ വേദനയായിരുന്നു കൊടുത്തത്. അതുകൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ ശ്രീകൃഷ്ണ കഥകളോടുള്ളതായ ആ താല്പര്യത്തെ, ശ്രദ്ധയെ പരീക്ഷിത്ത് അറിയിക്കുന്നു. കഥിതോ വംശവിസ്താരോ ഭവതാ സോമസൂര്യയോ രാജ്ഞാം ചോഭയവംശ്യാനാം ചരിതം പരമാദ്ഭുതം. ഭഗവാന്റെ അത്ഭുത ലീലകൾ അങ്ങ് ഈ 4 ദിവസമായിട്ട് ഇവിടെ പാടി. സോമവംശങ്ങളിൽ പിറന്ന, സൂര്യവംശങ്ങളിൽ പിറന്ന അനേകമനേകം ഭക്തന്മാരുടെ കഥകളും ഭഗവാന്റെ അവതാരലീലകളും പാടി. അതിൽ പല കഥകളും കുറച്ചുകൂടി വിസ്തരിച്ച് കേൾക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പല കഥകളും കുറച്ചുകൂടി വിസ്തരിച്ച് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ വിസ്തരിച്ചിട്ട് അവസാനം കൃഷ്ണകഥകൾക്ക് സമയം കുറയരുതല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്നിട്ട് ഒടുക്കം ഞാൻ കാത്തിരുന്ന കൃഷ്ണാവതാര കഥകളാകുമ്പോഴേക്കും ഇങ്ങനെ പിശുക്കാൻ എന്തേ ഗുരുനാഥ? എനിക്ക് ശ്രദ്ധ കുറവാണെന്ന് തോന്നിയോ അങ്ങേക്ക്? അല്ല, കൃഷ്ണകഥകൾ കേൾക്കാനുള്ളത് യോഗ്യത എനിക്കില്ല എന്ന് തോന്നിയോ അങ്ങേക്ക്? എങ്കിൽ എൻ്റെ യോഗ്യത ഞാൻ പറയാം, കൃഷ്ണാവതാരത്തിന്റെ മാധുര്യവും ഞാൻ പറയാം. എന്താ കൃഷ്ണാവതാരത്തിന്റെ മാധുര്യം? നിവൃത്തദർശൈഹി ഉപഗീയമാനാൽ. നിവൃത്തന്മാരായ ഋഷീശ്വരന്മാര്, പലതരം പ്രവൃത്തികളിൽ പെട്ടിരിക്കുന്ന ആൾക്കാരാ നമ്മളൊക്കെ, അല്ലേ? നമ്മളുടെ സുഖം മുഴുവൻ പ്രവൃത്തിയില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വേണം സുഖം കിട്ടാൻ. എന്നാൽ ഈ ചെയ്യലൊക്കെ നിർത്തുമ്പോഴാണ് സുഖം എന്ന് തിരിച്ചറിഞ്ഞ ഋഷീശ്വരന്മാര് അവര് യോഗസമാധിയിലിരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ അവർക്ക് ആനന്ദം ലഭിക്കാൻ തുടങ്ങി. അങ്ങനെ തന്നിൽ തന്നെയുള്ളതായ ആ ആനന്ദ സ്വരൂപത്തെ ആസ്വദിക്കുന്ന ആത്മാരാമന്മാരായ ഋഷീശ്വരന്മാര് പോലും കൃഷ്ണകഥകൾക്ക് മുൻപില് ആവേശത്തോടുകൂടി വന്നിരിക്കുന്നു. പുത്ര എന്ന് വിളിച്ചുകൊണ്ട് വേദവ്യാസൻ പിറകെ ഓടിയപ്പോ തരവോഭിനേതു. സർവജീവജാലങ്ങളും തിരിച്ച് ആ അച്ഛന്റെ വിളി കേട്ടു. ആത്മാരാമനായ സുഖബ്രഹ്മർഷിയുടെ ഈ സർവഭൂത ഹൃദയത്വം മനസ്സിലാക്കി വേദവ്യാസൻ. താൻ മകനെ പഠിപ്പിക്കണമെന്ന് വിചാരിച്ച് എഴുതിയ ഭാഗവതം അത് വെറുതെ ആയേക്കുമോ എന്ന് വിഷമിച്ച വേദവ്യാസൻ ഒരു ദിവസം കണ്ടു സുഖബ്രഹ്മർഷി ഇങ്ങോട്ടേക്ക് ഓടി വരുന്നു. അച്ഛാ, എനിക്ക് ഭാഗവതം ഒന്ന് പഠിപ്പിച്ചു തരണം. എന്തേ? ഞാൻ കേട്ടു ഒരു ശ്ലോകം. ബർഹാപീഠം നട്ടവരവപു കർണയോ കർണികാരം. ശ്യാമസുന്ദരനായി യമുനാതീരത്ത് കദംബവൃക്ഷത്തിൽ ചാരി നിന്നുകൊണ്ട് ആ ഭഗവാൻ ഒഴുക്കുന്നതായ വേണുഗാനത്തിന്റെ മാധുര്യം അച്ഛന്റെ ഗ്രന്ഥത്തില് ഇങ്ങനെ മധുരമായിട്ട് പാടിയിട്ടുണ്ടെങ്കിൽ ആ ഭാഗവതം ഒന്ന് പഠിപ്പിച്ചു തരൂ എന്ന് പറഞ്ഞ് ആത്മാരാമനായ ആ ശുഖബ്രഹ്മഋഷി പോലും ഭാഗവതത്തിലെ ഈ ദശമസ്കന്ധത്തിലെ നീലവർണ്ണന്റെ കഥകള്, ഭഗവാന്റെ കൃഷ്ണലീലകളെ ആസ്വദിച്ചു എന്നുണ്ടെങ്കിൽ ആത്മാരാമന്മാരെ പോലും പിടിച്ചിരുത്തുന്നതായ കൃഷ്ണന്റെ കഥകള് ഭവ ഔഷധാൽ
ഭവരോഗികൾക്ക് മുഴുവൻ ഔഷധമായി തീരുന്ന കൃഷ്ണന്റെ കഥകള് ശ്രോത്രമനോഭിരാമായി, മനസ്സിനും കാതുകൾക്കും മനോഭിരാമം അഭിരാമമായി തീരുന്ന ആനന്ദം കൊടുക്കുന്നതായ കൃഷ്ണന്റെ കഥകൾ. 5 വയസ്സുകാരനും 50 വയസ്സുകാരനും 80 വയസ്സുകാരിയും ഒരുപോലെ കേൾക്കാൻ പറ്റണ ഒരു കഥയേ ഉള്ളൂ, അത് കൃഷ്ണലീലകളാണ്. ഏത് പ്രായത്തിലുള്ളവർക്കും ആസ്വദിക്കാം, ഏത് തരത്തിലുള്ളവർക്കും ആസ്വദിക്കാം. അങ്ങനെ സകലരെയും ആകർഷിക്കുന്നതായ ആ കണ്ണന്റെ കഥകള് എന്റെ പൂർവികന്മാരായ പാണ്ഡവന്മാര് യാതൊരു കൗരവ സൈന്യസാഗരത്തെ പാർത്ഥസാരഥിയുടെ കടാക്ഷത്താൽ ജയിച്ചുവോ, ആ കൃഷ്ണന്റെ കഥകള് എനിക്ക് പറഞ്ഞു തരണേ. എന്റെ പൂർവികന്മാരായ പാണ്ഡവന്മാര് ശ്രീകൃഷ്ണ ഭഗവാന്റെ കാരുണ്യ തണലിൽ എല്ലാ തരത്തിലുള്ളതായ ജീവിതത്തെയും ധന്യമാക്കിയ ആ മുത്തശ്ശന്മാര് കൃഷ്ണാവതാരം കഴിഞ്ഞ് ഭഗവാൻ തിരിച്ചെഴുന്നള്ളി എന്ന വാർത്ത കേട്ടതും രാജ്യാധികാരം എന്നെ ഏൽപ്പിച്ച് സകലതരത്തിലുള്ളതായ രാജകീയമായ ആഭരണങ്ങളെയും വേഷങ്ങളെയും അഴിച്ചുവെച്ച് ഹിമാലയത്തിലേക്ക് കൃഷ്ണനാമം ചൊല്ലി യാത്ര ചെയ്യുന്നത് കണ്ടവനാ ഞാൻ. ആ പാണ്ഡവന്മാരുടെ പേരക്കുട്ടിയായ എനിക്ക് കൃഷ്ണാവതാരം കേൾക്കണമെന്ന് തോന്നില്ലേ ഗുരുനാഥ? ഇനി അതല്ല, മാതുശ്ചമേയ ശരണം ഗതായ, നിറവയറുമായിട്ട് എന്റെ അമ്മയായ ഉത്തര പാഹി പാഹി മഹായോഗിൻ എന്ന് നിലവിളിച്ചുകൊണ്ട് ബ്രഹ്മാസ്ത്രമയച്ചതായ ആ അശ്വത്ഥാമാവിന്റെ മുൻപിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ആരെ ആശ്രയിക്കുമെന്നറിയാതെ വിഷമിച്ച് ഒടുവിലിതാ അങ്ങയുടെ പാതാരവിന്ദത്തെ പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ച് ദേവകീസുത ഗോവിന്ദ വാസുദേവ ജഗൽപദേ ദേഹിമേ തനയം കൃഷ്ണ എന്ന് പ്രാർത്ഥിച്ചപ്പോ അമ്മയുടെ ഗർഭത്തിൽ ആ ബ്രഹ്മാസ്ത്രത്തിന്റെ ചൂടേറ്റ് കരിഞ്ഞ് ദഹിച്ച ഒരു മാംസപിണ്ഡമായിരുന്നു ഞാൻ. എന്നാൽ ഉത്തര എന്ന അമ്മയുടെ പ്രാർത്ഥന കൊണ്ടിതാ താമരക്കണ്ണ് കൊണ്ട് ഭഗവാൻ ഒന്ന് കടാക്ഷിച്ചു എന്നെ. അമ്മയുടെ ഗർഭത്തിൽ വെച്ച് ഞാൻ കണ്ണ് തുറന്നപ്പോ ആദ്യം കണ്ടത് ചെന്താമരക്കണ്ണനായ ആ നീലവർണ്ണനയ. അങ്ങനെ അമ്മയുടെ ഗർഭത്തിൽ വെച്ച് മരണത്തിലേക്ക് വീണുപോയ എന്നെ വീണ്ടും ആ മരണത്തിൽ നിന്ന് കരകയറ്റി ഒടുവിലിതാ ഒരു വലിയ ബ്രഹ്മശാപത്തെ നിമിത്തമാക്കി ഈ ഗംഗാതീരത്ത് കൊണ്ടുവന്നിരുത്തി ഭഗവത് കഥകളെ പറയാൻ അങ്ങയെപ്പോലെ ഒരു ഗുരുനാഥനെ മുൻപിലേക്ക് കൊണ്ടുവന്ന് നിർത്തിത്തന്ന് ഭാഗവത കഥകളെ കേൾക്കാൻ എനിക്ക് ഭാഗ്യം തന്നത് യാതൊരു കൃഷ്ണനാണോ, ആ കൃഷ്ണന്റെ കഥ എനിക്ക് കേൾക്കണം തോന്നില്ലേ ഗുരുനാഥ? വിശപ്പോ ദാഹമോ അറിയാതെ ഞാൻ അങ്ങയുടെ മുൻപിൽ കേട്ടിരിക്കുന്നതായ ഈ ഒരു രംഗത്തിൽ ഹരികഥാമൃതം അതെനിക്ക് വേണ്ടിയിട്ട് അങ്ങ് വിസ്തരിച്ചു പാടിത്തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് പ്രത്യർച്ചയ കൃഷ്ണചരിതം. ഇങ്ങനെ ഒരു ശ്രോതാവിനെ കിട്ടിയതല്ലേ തന്റെ ഭാഗ്യം. ഇങ്ങനെ കൃഷ്ണാവതാരം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരല്ലേ ശ്രോതാക്കളായിട്ട് വേണ്ടത് എന്ന ഭാവത്തിൽ പരീക്ഷത്തിന്റെ ആ ശ്രദ്ധയെ അനുമോദിച്ചുകൊണ്ട് ഭാഗവതത്തിൽ പ്രധാനമായ ദശമസ്കന്ധം ആരംഭിക്കുന്നു. ദുഷ്ടന്മാരായ അനേകം രാജാക്കന്മാരുടെ ഭാരം സഹിക്കവയ്യാതെ ഗൗരൂപധാരിയായ ഭൂമിദേവി ക്ഷീരസാഗരശായിയായ ഭഗവാനെ പുരുഷസൂക്താദി വേദമന്ത്രങ്ങളെ ബ്രഹ്മാദി ദേവന്മാരോടൊപ്പം ചൊല്ലി സ്തുതിക്കുന്നതും വൈകുണ്ഠനാഥനായ നാരായണൻ ഭൂമിയിൽ അവതാരം ചെയ്യുന്നു എന്നും അനന്തമൂർത്തി ബലരാമൻ ഏട്ടനായിട്ടും അനുജത്തിയായിട്ട് സാക്ഷാൽ വിഷ്ണുമായ പത്മനാഭ സോദരിയായിട്ട് ഭഗവതിയും അവതരിക്കുന്നു എന്നുള്ളതായ വാർത്ത കേട്ടതും സകലരും ഭൂമിയിലേക്ക് ഒഴുകി. ഭഗവാന്റെ അവതാരത്തിന് മുന്നോടിയായി ഭൂമിദേവിയെ അവല് അലങ്കരിച്ചു. കൃഷ്ണനോടൊപ്പം ആടാനും പാടാനും ലീലകളെ നടത്താനും പൂർവജന്മത്തിൽ ചെയ്തതായ പുണ്യത്തിന്റെ ആ ഫലം എടുത്തുകൊണ്ട് പുണ്യവാന്മാരും പാപത്തിന്റെ ഫലമെടുത്തുകൊണ്ട് ഞങ്ങളുടെ പാപമൊക്കെ തീർത്ത് ക്ഷമിക്കാൻ കൃഷ്ണനെ പോലെ വേറെ ആർക്ക് പറ്റും? അതുകൊണ്ട് ഏത് മഹാപാപികൾക്കും മോക്ഷം കൊടുക്കുന്ന കൃഷ്ണാവതാരല്ലേ ഞങ്ങളും ഉണ്ട് എന്നും പറഞ്ഞ് പാപികളും പുറപ്പെട്ടു. മധുരയിലും വൃന്ദാവനത്തിലും
ഒരുപക്ഷെ കംസന്റെ കാരാഗ്രഹത്തിനകത്തുള്ളതിനേക്കാൾ കൂരിട്ടാവും നമ്മുടെ ഹൃദയത്തിൽ ഈ കലികാല ദുഃഖം കൽമഷങ്ങൾ സമ്മാനിക്കണത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സകല ദുഃഖത്തിന്റെ അന്ധകാരത്തെയും നീക്കി ആ അവതാരകൃഷ്ണൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ, ആനന്ദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ പല നിവേദ്യങ്ങളും ഭഗവാന് നമ്മളിവിടെ സമർപ്പിക്കണമെങ്കിലും അവതാരകൃഷ്ണനായി നമ്മുടെ മുൻപിലേക്ക് ആ നീലബാലൻ വന്നു ചേരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായ നിവേദ്യം നാമജപമാണ്. ആ നാമമാകുന്ന നറുവെണ്ണ ആ അവതാരകൃഷ്ണന്റെ മുൻപിൽ സമർപ്പിക്കാൻ എല്ലാവരും തയ്യാറാവുക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൃഷ്ണാവതാരം. സുഖ ഉവാച അഥ സർവഗുണോപേത കാലപരമശോഭന യർഹ്യേവാജനജന്മർക്ഷം ശാന്തർക്ഷഗ്രഹതാരകം ദിശപ്രസേതുർഗഗനം നിർമ്മലോദുഗണോദയം മഹീമംഗളഭൂയിഷ്ഠബുധഗ്രാമവ്രജാഗരാः മദ്യപ്രസന്നസലിലാ ഹൃദാജലരുഹശ്രിയാ ദ്വിജാളികുലസന്നാദസ്തപകാ വനരാജയ ഭവോ വായുസുഖസ്പർശ പുണ്യഗന്ധവഃ ശുചി അഗ്നയശ്ച ദ്വിജാതീനാം ശാന്താ തത്ര സമിന്ധത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാം അസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ നേതുർദുന്ദുഭയോ ദിവി ജഗുക്കിന്നരഗന്ധർവാ തുഷ്ടുവുഃ സിദ്ധചാരണാ വിദ്യാധര്യശ്ചന മൃദു അപ്സരോഹി സമം തദാ മുമുചുർമുനയോ ദേവാ സുമനാംസി മുദാന്യുതാ മന്ദം മന്ദം ജഗധരാ ജഗർജുരനുസാഗരം നിശീതേതമബുദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവദുഹാശയ ആവിരാസിൽ യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കല സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണാഗരേ ജയ കൃഷ്ണാഗരേ ജയ കൃഷ്ണാഗരേ ജയ കൃഷ്ണാഗരേ 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 കൃഷ്ണാഗരേ ജയ കൃഷ്ണാഗരേ ജയ കൃഷ്ണാഗരേ ജയ കൃഷ്ണാഗരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കല തമദ്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ശംഖഗദാരിതായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സാന്ദ്രപയോതസൗഭഗം മഹാർഘവൈഡൂര്യകിരീടകുണ്ടലത്യുഷാപതിഷ്വക്ത സഹസ്രകുണ്ടല ഉദ്ദാമകാഞ്ജംഗത കങ്കണാദിഭി വിരോചമാനം വസുദേവ ഐക്ഷത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അദ്ഭുത ബാലകനായി ശങ്കചക്രഗദാധാരിയായി ശോഭിക്കുന്നതായ സച്ചിദാനന്ദപുരുളായ ഭഗവാനെ വസുദേവർ ആദ്യം കണ്ടു. തന്നാലാവും വിധം ഭഗവാനെ സ്തുതിച്ചു വസുദേവര്. ഒടുവിൽ ദേവകിയും അധ്യാത്മദീപമായ ആ ഭഗവാനെ സ്തുതിച്ചു.
ദേവകിയുടെ പ്രാർത്ഥനയാണ്, അത്ഭുതമായ ഈ ഒരു രൂപത്തെ കണ്ടു നിൽക്കാൻ എനിക്ക് സാധിക്കണില്ല, അതുകൊണ്ട് എൻ്റെ കൈകൾക്കെടുത്ത് ലാളിക്കാൻ, എൻ്റെ മാറിടത്തിലേക്ക് ഒന്ന് ചേർക്കാൻ ഈ രൂപത്തെ ഒന്ന് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ നീലബാലനായി മാനുഷ ബാലവേഷത്തെ ധരിച്ചു ഭഗവാൻ. ആ സച്ചിദാനന്ദ സ്വരൂപനായ നീലവർണ്ണനായ ഭഗവാനെ വാരിയെടുത്ത് തൻ്റെ മാറിടത്തിലേക്ക് ചേർത്ത് ഭഗവാൻ അവതാര നിവേദ്യമായി തൻ്റെ സ്തന്യാമൃതത്തെ കൊടുത്ത് ധന്യതയെ നേടി ദേവകീ ദേവി. ഇന്ന് രാത്രി മുഴുവൻ ആ അച്ഛനമ്മമാരും അടിയിൽ വെച്ച് ഭഗവാനെ ഇങ്ങനെ ലാളിക്കട്ടെ. നാളെ പ്രഭാതത്തിൽ അമ്പാടിയിലേക്കുള്ള ഭഗവാന്റെ യാത്ര, അവിടുന്ന് പൂതനാമോക്ഷം മുതലുള്ള ഭഗവാന്റെ ആ ബാലലീലകൾ ആരംഭിക്കും. സർവവിധത്തിലും ഭഗവാന്റെ ബാലലീലകൾ, ഉലൂഖലബന്ധനം, വൃന്ദാവനലീല, ഗോവർദ്ധനോദ്ധാരണം, ഗോവിന്ദപട്ടാഭിഷേകം, രാസലീല, മഥുരാപ്രവേശനം, കംസവധം, ഉദ്ധവദൂത്, ദ്വാരകാപ്രവേശനം കഴിഞ്ഞു. നാളെ വൈകിട്ട് ദ്വാരകാധീശനായ ഭഗവാന്റെ രുക്മിണി കല്യാണം, രുക്മിണി സ്വയംവരം വരെയാണ് യജ്ഞശാലയിൽ. കംസവിമർദ്ദന കാളിയ നർത്തന ശരണം മേ തവ ശരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ശരണയുഗം. സാംബകദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ശരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ശരണയുഗം. ഹരിഹരപുത്രാശ്രിതവത്സല ശരണം മേ തവ ശരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ശരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ശരണയുഗം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കർപ്പൂരം ഇവിടെ നിന്ന് ഉയർത്തി കാണിക്കുകയാണ്. എല്ലാവരും സ്ഥാനത്തിരുന്നിട്ടുള്ള ഇനി ശ്രദ്ധിക്കുക, തിരക്ക് കൂട്ടാതെ ഒരു ഭാഗം. സോമയം ദുസ്തരജസ്തമസ്കം മായാമയോയം ഗുണസംപ്രവാഹോ നബുദ്ധി വിദ്യതേ തേ ഗ്രഹണാനുബന്ധ കുതോനു തൽ ഹേതവ ഈശതൽ കൃതോ ലോഭാദയോ യേ അബുദലിംഗഭാവ തദാപി ദണ്ഡം ഭഗവൻ വിഭർത്തി ധർമ്മസ്യ ഗുപ്തൈ ഖലനിഗ്രഹായ പിതാ ഗുരുസ്ത്വം ജഗതാമദേശോ ദുരത്തയ കാല ഉപാത്തദണ്ഡ ഹിതായ സ്വേച്ഛാതനുഭിസമീഹസേമാനം വിധുന്നൻ ജഗദേശമാനിന ഏമൽവിദാജ്ഞാ ജഗദേശമാനിന ത്വാം വീക്ഷ്യകാലേ ഭയമാശുമന്മദം ഹിത്വാര്യമാർഗം പ്രവചന്ത്യപസ്മയ ഈഹാഖലാനാം അപി തേന ശാസനം സത്വം മമൈശ്വര്യമദപ്ലുതസ്യ കൃതാഗതസ്ഥേ വിദുഷപ്രഭാവം ക്ഷന്തും പ്രബോധാർഹസി മൂഢചേതസോ മൈവം പുനർഭുവന്മതിരീശമേ സതി തവാവതാരോയമദോക്ഷജേകാ സ്വയംഭരാണാമുരുഭാരജന്മന ചമൂപദീനാമഭവായ ദേവാഭവായ യുഷ്മൽ ശരണാനുവർത്തിനാം നമസ്തുഭ്യം ഭഗവതേ പുരുഷായ മഹാത്മനേ വാസുദേവായ കൃഷ്ണായ സാത്വതാം പദയേ നമഃ സ്വച്ഛന്തോപാത്തദേഹായ വിശുദ്ധജ്ഞാനമൂർത്തയെ സർവസ്മൈ സർവബീജായ സർവഭൂതാത്മനേ നമഃ മയേതം ഭഗവൻ ഗോഷ്ഠനാശായ സാരവായുഭി ചേഷ്ടിതം വിഹതയജ്ഞേ മാനിനാ തീവ്രമന്യുന ത്വയേശാനുഗൃഹീതോസ്മി ധ്വസ്തസ്തംഭോ വൃതോദ്യമ ഈശ്വരം ഗുരുമാത്മാനം ത്വാമഹം ശരണം ഗത. ശ്രീശുക ഉവാച ഏവം സങ്കീർത്തിത കൃഷ്ണോ മഖോനോ ഭഗവാനമും മേഘഗംഭീരയാ വാചാ പ്രഹസന്നിതമബ്രവീ. ശ്രീഭഗവാനുവാച മയാ തേ കാര്യമഖവൻ മഗഭംഗോനുഗൃണ്ണത മദനുസ്മൃതയേ നിത്യം മത്തസ്യേന്ദ്രശ്രിയാ ഭൃശം മാമൈശ്വര്യശ്രീമദാന്തോ ദണ്ഡപാണിന്നപശ്യതി തം ഭ്രംശയാമി സമ്പദ്ഭ്യോ യസ്യ ചേച്ഛാമ്യനുഗ്രഹം ഗമ്യതാം ശക്രഭദ്രം വ ക്രിയതാം മേനുശാസനം സ്ഥീയതാം സ്വാധികാരേഷു യുക്തേർവ സ്തംഭവർജിതൈഃ അഥാഹ സുരഭികൃഷ്ണം അഭിവന്ദ്യമനസ്വിനി
സ്വസന്താനൈരുപാമന്ത്ര്യ ഗോപരൂപിണമീശ്വരം സുരഭിരുവാച കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭവതാ ലോകനാഥേന സനാഥ വയമച്യുത തുന്ന പരമകം ദൈവം തുന്ന ഇന്ദ്രോ ജഗൽപതേ ഭവായ ഭവഗോ വിപ്രദേവാനാം യേ ച സാധവ ഇന്ദ്രം നസ്ത്വാഭിഷേക്ഷ്യാമോ ബ്രഹ്മണാനോദിതാ വയം അവതീർണോസി വിശ്വാത്മൻ ഭൂമേർ ഭാരാപനുത്തയേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. ാണ് ഇപ്പോ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത്. സർവവിധത്തിലും വൃന്ദാവന വിഹാരിയായി ഭഗവാൻ ശോഭിക്കുന്ന കാലം തന്നെ മോഹിപ്പിക്കാൻ വേണ്ടി മായാജാലം കാട്ടിയതായ ബ്രഹ്മാവിനേക്കാൾ വലിയ മായാജാലക്കാരനാണ് താനെന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ പരാജയപ്പെടുത്തുന്നതായ ബ്രഹ്മമോഹനം, കാളിയന്റെ വിഷഭണങ്ങൾക്ക് മുകളിൽ ഉല്ലാസനൃത്തം ചവിട്ടിക്കൊണ്ട് കാളിയന്റെ അഹങ്കാരത്തെ ശമിപ്പിച്ച് അനുഗ്രഹിച്ചതായ കാളിയ നർത്തനം, കാട്ടുതീയിൽ പെട്ടുപോയതായ വൃന്ദാവനവാസികളെ തന്റെ തിരുമുഖം കൊണ്ട് ആ അഗ്നിയെ പാനം ചെയ്ത് രക്ഷിച്ചതായ ദാവാഗ്നിപാനം, ധേനുകൻ പ്രലംബൻ തുടങ്ങിയതായ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതായ അദ്ഭുത ലീലകള്, ഇതെല്ലാം വൃന്ദാവനത്തിൽ നടത്തി ഭഗവാൻ ലോകത്തെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് വൃന്ദാവനത്തില് വലിയ ഒരു യാഗത്തിനുള്ള ഒരുക്കം നടക്കുന്നു. നന്ദഗോപരുടെ നേതൃത്വത്തില് വലിയ വലിയ യാഗശാലകളും യജ്ഞകുണ്ടങ്ങളും ഹോമകുണ്ടങ്ങളും ആചാര്യന്മാരും സന്യാസികളും ഒക്കെ വൃന്ദാവനത്തിലേക്ക് വന്നു ചേരാൻ തുടങ്ങി. ഇവിടെ എല്ലാ തരത്തിലും വൃന്ദാവനത്തിന്റെ ഒരുക്കങ്ങൾ കണ്ടപ്പോ ജാനന്നപി അവിജാനൻ, ഭഗവാനോട് ഒരാള് ഇന്നതിന് വേണ്ടിയിട്ടെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല, അറിയാം ഭഗവാന്. പക്ഷെ താനൊരു സാധാരണ കുട്ടിയാണല്ലോ, ഒരു മനുഷ്യനായിട്ടാണല്ലോ, അതുകൊണ്ട് എല്ലാം അറിയുന്നത് ഈശ്വരന് മാത്രമായതുകൊണ്ട് ഒന്നും അറിയാത്ത ഒരു കുട്ടിയെ പോലെ നന്ദഗോപരോട് ചെന്ന് 7 വയസ്സുകാരനായ കൃഷ്ണൻ ചോദിച്ചു, എന്താ വൃന്ദാവനത്തിൽ നടക്കാൻ പോണത്? എന്തിനാച്ച ഇത്ര വലിയ പന്തലൊക്കെ കെട്ടിയത്? എന്തിനാ ഇത്രയും ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കൂടുന്നത്? എന്തിനാ ഹോമകുണ്ടം കുഴിക്കണത്, തയ്യാറാക്കണത് എന്നൊക്കെ ഒരു സാധാരണ കുട്ടിയെ പോലെ നന്ദഗോപരോട് ചോദിച്ചപ്പോ കൃഷ്ണനെ എടുത്ത് മടിയിലിരുത്തി നന്ദഗോപര് പറഞ്ഞു, കണ്ണാ, നമ്മളൊരു യാഗം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. യാഗം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അടുത്ത സംശയം, എന്ത് യാഗം നടത്തുന്നത്? ഇന്ദ്രയാഗം. അപ്പൊ അടുത്ത സംശയം, സ്വതവേ കുട്ടികളുടെ സ്വഭാവമാണെന്ത്? കുട്ടികള് സംശയം ചോദിക്കും. പണ്ടത്തെ കുട്ടികൾ, പണ്ടൊക്കെ കുട്ടികൾ എന്താ ഇങ്ങനെ, അതെന്താ ഇങ്ങനെ സംശയം ചോദിക്കുന്ന സ്വഭാവം പണ്ട് കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ നമ്മളോട് ചോദിക്കണ്ട, ഒക്കെ ഗൂഗിളിനോട് ചോദിച്ചാൽ മതി. അപ്പോ ഇവിടെ എല്ലാ തരത്തിലും ചോദിച്ചപ്പോ നന്ദഗോപര് പറഞ്ഞു, ഇന്ദ്രന് നമ്മളൊരു യാഗം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തിനാ ഇന്ദ്രന് യാഗം നടത്തുന്നത് എന്നാണെങ്കിൽ മഴ പെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ യാഗം നടത്തണം, കാരണം ദേവേന്ദ്രനല്ലേ മഴ പെയ്യിക്കുന്നത് എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ ഭഗവാൻ നല്ല ഒരു യുക്തിവാദിയെ പോലെ നന്ദഗോപരോട് പറയുന്നു ചില വാക്കുകൾ. യാഗം നടത്തുന്നത് കൊണ്ടാണ് മഴ പെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സമുദ്രത്തിൽ ആരും യാഗമൊന്നും ചെയ്യണില്ല, അവിടെ മഴ പെയ്യണുണ്ടല്ലോ. മരുഭൂമിയിൽ മഴ പെയ്യാറുണ്ട്, മരുഭൂമിയിൽ ആരെങ്കിലും യാഗം നടത്തിയിട്ടാണോ?
ഇനി വനപ്രദേശങ്ങളിൽ മഴ പെയ്യാറുണ്ട്, അവിടെ ആരെങ്കിലും യാഗം നടത്തിയിട്ടാണോ? ഇനി നമ്മൾ യാഗം നടത്തുന്നത് കൊണ്ടാണ് മഴ പെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മഴ ആർക്കേ കിട്ടാൻ പാടുള്ളൂ? യാഗം നടത്തുന്നവരുടെ വീട്ടിൽ മാത്രം. അങ്ങനെ ഒരു മഴയുണ്ടോ? അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കൂ, ഇന്ദ്രനാണ് മഴ പെയ്യിക്കുന്നത്, സംശയമില്ല. പക്ഷേ ഇന്ദ്രനെ കൊണ്ട് മഴ പെയ്യിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതാരാത്? കാലം അഥവാ സമയം. ആരാ ഈ ദേവേന്ദ്രൻ? ദേവലോകത്തിന്റെ അധിപതിയായിട്ട് ഇന്ദ്രപദവിയിലേക്ക് കാലം നിയോഗിച്ച ഒരു ഉദ്യോഗസ്ഥൻ മാത്രമാണ് ദേവേന്ദ്രൻ. 71 ചതുരോപാമന്ത്രിയാസുരഭിപ്പയസാത്മന ജലൈരാകാശഗംഗായ ഐരാവതകരോധൃതൈഃ ഇന്ദ്രസ്വര ഋഷിഭിः സാഗം മോദിതോ ദേവമാതൃഭിः അഭ്യഷിഞ്ജദാശാർഹം ഗോവിന്ദ ഇതി ചാഭ്യതാൽ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി 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 ഗോവിന്ദ കോമളൻ ഘനശ്യാമളൻ മമ താമര കണ്ണാവന്നാലും വെണ്ണയുണ്ടിത കിണ്ണത്തിൽ കണ്ണാ നിന്നെയും കാത്തിരിക്കുന്നു. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ എണ്ണ താൻ തിന്നാൽ തൊണ്ടയിൽ തങ്ങും എണ്ണമുണ്ടാമെന്നോർത്തു താൻ കാക്ഷിയ പാലി പൊന്നിൻ കിണ്ണത്തിൽ വച്ചിത നിന്നെ കാക്കുന്നു. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ വന്നാലും കണ്ണാ വന്നാലും കണ്ണാ വന്നാലും മണിവർണ്ണാനീ വന്നാലും കണ്ണാ വന്നാലും കണ്ണാ വന്നാലും കുഞ്ഞിപ്പൈതലേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ പുഞ്ചിലം ബൊച്ച കേൾക്കുന്നു കണ്ണാ വഞ്ചിക്കാതിന്നു വന്നാലും കിങ്ങിണി കീഴുങ്ങുന്നതോ കേൾക്കാമെന്നീവൻ നിപ്പൂമൽ കണ്ണൻ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കരത്തിലോടക്കുഴലുമായി സദസ്സിൽ നീ വന്നാലും പാദങ്ങളിൽ ഈ പാദദാസൻ അർപ്പിച്ചിടട്ടെ സർവവും. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി
ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഇന്ദ്രസുരർഷിഭിः സാഗം നോദിതോ ദേവമാതൃഭിः അഭ്യഷിഞ്ചതു ദാശാർഹം ഗോവിന്ദ ഇതി ചാഭ്യതാൽ തത്രാഗതാസ്തുംബുരു നാരദാദയോ ഗന്ധർവവിദ്യാധരസിദ്ധചാരണാഃ ജഗുർയശോലോകമലാപകം ഹരേ സുരാംഗനാസം നൃദുർമുദാന്യുത തം തുഷ്ടുപുർദേവനികായ കേതവോ വിവാകിരംശ അദ്ഭുത പുഷ്പവൃഷ്ടിഭിः ലോകാപരാം നിർവൃതിമാപ്ലുമം സ്ത്രയോഗാവസ്തദാഗാമനയൻ പയോദ്രുതം നാനാരസൗകാസരതോ വൃക്ഷ ആസൻ മധുശ്രവാഃ അകൃഷ്ടപത്യൗഷധയോ ഗിരയോ ബിഭ്രതുന്മണി കൃഷ്ണേ അഭിഷിക്തയതാനി സത്വാനി കുരുനന്ദന നിർവൈരാണ്യഭവം സ്ഥാദ ക്രൂരാണ്യവിനിസർഗദായിതി ഗോകുലപതിം ഗോവിന്ദം അഭിഷിച്ചസ അനുജ്ഞാതോ യയോ ശക്രോവൃതോ ദേവാദിഭിർദിവം വിധി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ സംവിധായാന്തി സമസ്കന്ധേ പൂർവാർത്ഥേ ഇന്ദ്രസ്തുതിർനാമ സപ്തവിംശതിതമോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഏതോ ധന്യധന്യയായ ഒരു ഗോപിക കൂടി ഭഗവാനോടൊപ്പം പോയിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോഴേക്കും അവിടെ ഭക്തിയുടെ പ്രേമസാമ്രാജ്യത്തിലെ മഹാറാണിയായ രാധാദേവിയെ കാണുന്നതും എന്തുപറ്റി എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളെ വിട്ട് എന്നെ മാത്രം കൂട്ടി കൃഷ്ണൻ നടന്നപ്പോൾ അഹങ്കാരം എന്നെയും പിടിച്ചു. എനിക്ക് പൂ പറിച്ചു തരണമെന്ന് പറഞ്ഞു, കൃഷ്ണൻ പൂക്കൾ പറിച്ചു തന്നു. എനിക്ക് മാല കെട്ടിത്തരണമെന്ന് പറഞ്ഞു, കൃഷ്ണൻ മാല കെട്ടിത്തന്നു. കൃഷ്ണൻ തന്നെ എൻ്റെ മുടിയിൽ ഇത് ചൂടിച്ചു തരണമെന്ന് പറഞ്ഞു, കൃഷ്ണൻ തന്നെ മാല ചാർത്തിത്തന്നു. ഞാൻ പറയുന്നതൊക്കെ കൃഷ്ണൻ കേൾക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി ഞാൻ കൃഷ്ണനേക്കാൾ വലുതായി. അതുകൊണ്ട് കൃഷ്ണൻ എന്നെ എടുക്കണം. ചാടിക്കോളൊന്നും പറഞ്ഞ് അവിടെ മുട്ടുകുത്തിയിരുന്നതായ കൃഷ്ണനെ പിന്നെ കണ്ടില്ലേ. ഇവിടെ രാധാദേവി ഗോപികമാരോട് പറഞ്ഞു, ഹേ ഗോപികമാരെ, കൃഷ്ണനെ കാണാൻ, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കാൻ നമ്മളുടെ കഴിവോ സാമർഥ്യമോ മാത്രം പോരാ, പിന്നെയോ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം. അതിനെന്താ വഴി? പ്രാർത്ഥിക്കുക. എന്നാണോ ആ ഭഗവാന്റെ കൃപ നമ്മളിലേക്ക് ഉണ്ടാവണത്, ആ നിമിഷത്തിനായി കാത്തിരിക്കാം എന്ന് പറഞ്ഞ് പുനഃപുളിനമാകത്യ വീണ്ടും നേരത്തെ എവിടെയാണോ കൃഷ്ണനെ വേണുഗോപാലനായി കണ്ടത് അതേ രംഗത്തിലേക്ക് ആ ഗോപികമാര് വന്നു ചേരുന്നതും അവിടെ വച്ച് ഭഗവാനിലേക്ക് മനസ്സ് വെച്ച് ഭഗവാനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ആ ഗോപികമാര് പ്രാർത്ഥിച്ച പ്രാർത്ഥനാ ഗീതമാണ്, ഗോപികാഗീതമാണ് അടുത്ത അധ്യായം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഗോപ്യ ഊചു ജയതി തേധികം ജന്മനാവ്രച ശ്രയത ഇന്ദിരാശശ്വതത്ര ഹി ദയിതദൃശ്യതാം ദിക്ഷു താവഗസ്ത്വയി ധൃതാസവസ്ത്വാം വിചിന്മതേ ശരദുദാശയേ സാധുജാതസൽ സരസിജോദര ശ്രീമുഷാദൃശ സുരതനാഥതേ ശുൽക്കദാസികാവരത നിഘ്നതോ നേഹ കിംവഥ വിഷജലാപ്യയാൽ വ്യാളരാക്ഷസാൽ വരിഷമാരുതാൽ വൈദ്യുതാനലാൽ വൃഷമയാത്മജാൽ വിശ്വതോ ഭയാൽ ഋഷഭത്തെ വയം രക്ഷിതാമുഹു നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃഗ്വിഘനസാർത്ഥിതോ വിശ്വഗുപ്തയെ സഖൗദേയുവാൻ സാത്വതാങ്കുലേ നിരജിതാഭയം വൃഷ്ണിതുല്യ തേ ചരണമീയുഷാം സംസ്രതേർഭയാൽ കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം വ്രജജനാർത്തിഹൻ വീരയോഷിതാം നിജജനസ്മയ ധ്വംസനസ്മിത ഭജ സഖേ ഭവൽ കിങ്കരി സ്മനോ ജലരുഹാനനം ചാരുദർശയ
പ്രണതദേഹിനാം പാപകർശനം തൃണചരാനുഗം ശ്രീനികേതനം ഫണിഫണാർപ്പിതം തേ പദാംബുജം കൃണകുചേഷു നഃ കൃന്തി ഹൃക്ഷയം മധുരയാ ഗിരാവൽഗുവാക്യയാ ബുധമനോജ്ഞയാ പുഷ്കരക്ഷണ മിഥികരീരിമാ വീരമുഹ്യധീരധരസീധുനാപ്യായയസ്വന തവ കഥാമൃതം തപ്തജീവനം കവിഭിരീഡിതം കൽമഷാപഹം ശ്രവണമംഗളം ശ്രീമദാദദം ഭുവി ഗൃണന്തി തേ ഭൂരിതാ ജനാഃ പ്രഹസിതം പ്രിയപ്രേമവീക്ഷണം വിഹരണം ച തേ ധ്യാനമംഗളം രഹസി സംവിതോ യാകൃതി സ്പൃശക്കുഹഗനോ മനക്ഷോഭയം ദിഹി ചലസി യദ്വ്രജാചാരയൻ പശുന്നളിന സുന്ദരം നാഥ തേ പദം ശിലതൃണാങ്കുരൈ സീതദീദിനഃ കലിലതാം മനഃ കാന്തഗച്ഛതി ദിനപരീക്ഷയൈർനീലകുന്തളൈർവനരുഹാനനം ബിഭ്രതാവൃതം ഘനരജസ്വലം ദർശയൻ മുഹുർമനസി ന സ്മരം വീരയച്ഛസി പ്രണതകാമദം പത്മജാർച്ചിതം ധരണിമണ്ഡനം ധേയമാപതി ശരണപങ്കജം സന്തമം ച തേ രമണനസ്തനേഷ്വർപ്പയാധിഹൻ സുരതവർദ്ധനം ശോകനാശനം സുരിതവേണുനാ സുഷ്ഠുചുംബിതം ഇതരരാഗവിസ്മാരണം നൃണാം വിതരവീരനസ്ത്യാധരാമൃതം അടതിയദ്ഭവാനന്നികാനനം ത്രുര്യുഗായതേ ത്വാമപശ്യതാം കുടിലകുന്തളം ശ്രീമുഖം ച തേ ജടൗ ദീക്ഷതാം പക്ഷ്മഗൃദൃശാം പതിസുതാന്വയഭ്രാതൃബാന്ധവാനതിവിലംഘ്യതയം യച്യുതാഗതാഃ ഗതിവിതസ്തവോദ്ഗീതമോഹിതാകിതവ യോഷിതഃ കസ്ത്യജിന്നിശി രഹസി സംവിദം ഹൃച്ഛയോർദിതം രഹസി സംവിദം ഹൃച്ഛയോദയം പ്രഹസിതാനനം പ്രേമവീക്ഷണം ബൃഹദുരശ്രിയോ വീക്ഷ്യധാമതേ മുഹുരതിസ്പൃഹാമുഹ്യതേ മന വ്രജവനൗകസാം വ്യക്തിരംഗതേ വൃജിനഹന്ത്രിലം വിശ്വമംഗളം ത്യജമനാക്ഷണസ്പൃഹാത്മനാം സ്വജനഹൃദ്രുജാം നിഷൂദനം യത്തേ സുജാതചരണാംബുരുഗം സ്തനേഷു ഭീതാസനൈ പ്രിയദധീമഹി കർക്കശേഷു തേനാദവീമടസിതൽ വ്യതതേന കിംസിൽ കൂർപ്പാദിഭിർഭ്രമതിധീർ ഭവതായുഷാം ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ രാസക്രീഡായാം ഗോപീഗീതം നാമ ഏകത്രിംശത്തമോധ്യായ സർവത്ര Yeah.